നമസ്കാരം. ഇത് 4 ദിവസങ്ങളിലായി സന്ദർശിച്ച 23 ക്ഷേത്രങ്ങളെ പറ്റിയുള്ള വിവരണമാണ്. ഈ ക്ഷേത്രങ്ങൾ അത്രയും തന്നെ വീഡിയോ ചെയ്തിട്ടുള്ളതും പല പ്രാവശ്യം സന്ദർശിച്ചിട്ടുള്ളതുമാണെങ്കിലും ഓരോ യാത്രയും പുതിയ അറിവുകളും അനുഭവങ്ങളും വ്യത്യസ്തവുമാണ്. 2025 ഒക്ടോബർ 30, 31, നവംബർ 1, 2 ദിവസങ്ങളിലായിരുന്നു യാത്ര. പ്രധാനമായും തിങ്കളൂർ ചന്ദ്രൻ ക്ഷേത്രം, തിരുമിയച്ചൂർ ലളിതാംബിക ക്ഷേത്രം, തിരുനള്ളാർ ദർബാരണ്യേശ്വര ക്ഷേത്രം, വൈത്തീശ്വരൻ കോവിൽ, തിരുനാഗേശ്വരം രാഹു ക്ഷേത്രം എന്നിവ സന്ദർശിക്കേണ്ട കാര്യമുണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ ആ വഴിക്കുള്ള ചില പ്രധാന ക്ഷേത്രങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചു വരാമെന്ന് കരുതി. ചിദംബരം ക്ഷേത്രം പോകുന്ന വഴിക്ക് ആദ്യം ഗംഗൈകൊണ്ട ചോഴപുരം ക്ഷേത്രത്തിൽ ഉച്ചയോടെ എത്തി. തഞ്ചൈ പെരിയ കോവിൽ നിർമ്മിച്ച രാജരാജ ചോഴന്റെ പ്രശസ്തിക്ക് ഒട്ടും കോട്ടം തട്ടാതെ മകൻ രാജേന്ദ്ര ചോഴൻ നിർമ്മിച്ച ഈ ക്ഷേത്രം ദ ഗ്രേറ്റ് ലിവിംഗ് ചോഴ ടെമ്പിൾസ് അഥവാ നശിക്കാത്ത ചോഴർ പെരുങ്കോവിലുകൾ എന്ന 3 കോവിലുകളിൽ ഒന്നാണ്. യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ ഇടം പിടിച്ചിട്ടുള്ളതിനാൽ പ്രധാന സന്നിധി ഒഴിച്ച് ബാക്കിയുള്ള സന്നിധികളെല്ലാം ഉച്ചയ്ക്കും തുറന്നു തന്നെയിരുന്നു. വടകൈലാസവും തെൻകൈലാസവും ദർശിച്ച ശേഷം നേരെ ചിദംബരത്തേക്ക്. വൈകുന്നേരത്തോടെ ചിദംബരത്തെത്തി. ചിദംബരം നടരാജമൂർത്തിയെ കാണുന്നതിന് മുമ്പ് തില്ലൈക്കാളിയെ ദർശിക്കണം എന്നൊരു ഐതിഹ്യമുള്ളതിനാൽ നേരെ അവിടെ എത്തി. പ്രധാനമായും തില്ലൈയമ്മൻ, തില്ലൈക്കാളിയമ്മൻ എന്നിങ്ങനെ 2 പ്രധാന സന്നിധികളും കുറച്ച് ഉപസന്നിധികളുമാണ് അവിടെയുള്ളത്. ഭക്തർക്ക് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള എണ്ണം ദീപങ്ങൾ തെളിയിക്കാനുള്ള സൗകര്യം അവിടെയുണ്ട്. ഭഗവാന്റെ ഊർധ്വതാണ്ഡവത്തിൽ കോപിച്ച് കാളി വന്നു നിന്ന ഇടമാണിതെന്നാണ് ഐതിഹ്യം. യുഗങ്ങൾക്ക് മുമ്പ് തില്ലെ 3000 എന്ന 3000 ബ്രാഹ്മണർക്കും പതഞ്ജലി വ്യാഘ്രപാദ തിരുമൂലർ മഹർഷിമാർക്കുമായി ശ്രീപരമേശ്വരൻ ആനന്ദതാണ്ഡവമാടിയ ഈ പ്രദേശത്ത് ഒരു രാത്രിയെങ്കിലും താമസിക്കണം എന്നൊരാഗ്രഹമുണ്ടായിരുന്നതിനാൽ അന്ന് രാത്രി ചിദംബരത്ത് താമസിച്ചു. തില്ലെ ചിദംബരം ക്ഷേത്രത്തിൽ സായരക്ഷാ പൂജയ്ക്ക് ടിക്കറ്റ് എടുത്ത് അമ്പാളയെയും നടരാജമൂർത്തിയെയും സൗകര്യപൂർവ്വം ദർശിച്ചു. തിരക്കിന് ഒട്ടും കുറവുണ്ടായിരുന്നില്ല. ഈ ക്ഷേത്രത്തിനകത്ത് തന്നെയുള്ള വൈഷ്ണവരുടെ 40ാമത്തെ ദിവ്യദേശമായ തിരുച്ചിത്രകൂടം ഗോവിന്ദരാജ പെരുമാൾ ക്ഷേത്രത്തിൽ നവംബർ 3-ാം തീയതി കുംഭാഭിഷേകം നടക്കാനിരിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു ക്ഷേത്രവും പരിസരവും. ഒരു ഭാഗത്ത് യാഗശാലയിൽ യാഗങ്ങളും ഹോമങ്ങളും തകൃതിയായി നടക്കുമ്പോൾ കുംഭാഭിഷേകത്തിൽ പങ്കെടുക്കാൻ രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നെത്തിയ പൂജാരിമാരുടെ വലിയൊരു പട തന്നെ അവിടെ വന്നു. ഈ ക്ഷേത്രത്തിലെ തിരുമൂലസ്ഥാനം എന്ന സന്നിധിയിലെ അർദ്ധയാമ പൂജ കഴിഞ്ഞാൽ എല്ലാ ശിവക്ഷേത്രങ്ങളിലെയും ശിവാംശം ഈ മൂലസ്ഥാനത്തിൽ വന്നു ചേരും എന്ന ഐതിഹ്യമുള്ളതിനാൽ അർദ്ധയാമ പൂജയും കണ്ടുകഴിഞ്ഞാണ് ക്ഷേത്രത്തിൽ നിന്ന് മടങ്ങിയത്. പിറ്റേന്ന് അതിരാവിലെ തന്നെ സീർഗാഴി സട്ടേനാഥർ കോവിലിലേക്ക്. 63 നായന്മാരിൽ ഒരാളും ശ്രീമുരുകന്റെ അവതാരമെന്ന് വിശ്വസിക്കുന്നതുമായ തിരുജ്ഞാന സംബന്ധർക്ക് പാർവതീദേവി ജ്ഞാനപ്പാൽ നൽകിയ ബ്രഹ്മതീർത്ഥമുള്ള ക്ഷേത്രമാണിത്. ഞങ്ങൾ പോയ ദിവസം ക്ഷേത്രത്തിന്റെ ചുറ്റുപ്രദേശത്തുള്ള വീടുകളിൽ ആരോ മരണപ്പെട്ടതിനാൽ പൂജാരിമാരാരും തന്നെ ക്ഷേത്രത്തിലുണ്ടായിരുന്നില്ല. പക്ഷേ മൂലവർ ബ്രഹ്മപുരീശ്വരർ സന്നിധിയിലും അമ്പാൾ സന്നിധിയിലും വിളക്ക് തെളിയിച്ചിരുന്നു. മറ്റ് സന്നിധികളെല്ലാം തന്നെ അടഞ്ഞു കിടന്നിരുന്നു. എന്നിരുന്നാലും തോണിയപ്പർ ചട്ടേനാഥർ സന്നിധിയിലേക്ക് ടിക്കറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. തിരുക്കൈലാസ് ദർശനം നൽകുന്ന സന്നിധിയാണ് തോണിയപ്പർ സന്നിധി. ഉൾപ്രകാരത്തിൽ ആദിശേഷന്റെയും വായുഭഗവാന്റെയും ബലപരീക്ഷണം മേരുമലയിൽ നടന്ന കഥ ശില്പരൂപത്തിൽ. ഏറ്റവും മുകളിൽ ഭക്തർ ഷർട്ട് ധരിക്കാതെയും സ്ത്രീകൾ തലയിൽ പൂ ചൂടാതെയും ദർശിക്കുന്ന സട്ടേനാഥർ സന്നിധി. കാശിയിലേക്കാളും വലിയ ഭൈരവ ക്ഷേത്രമുള്ള കോർട്ട്, കേസ്, വഴക്ക് എന്നിവയ്ക്ക് പരിഹാരമായി ശുക്രവാര പൂജ നടത്തുന്ന കോവിലാണിത്. അടുത്തത് വൈത്തീശ്വരൻ കോവിൽ. ചൊവ്വാഗ്രഹത്തിന് ബാധിച്ച കുഷ്ഠരോഗം മാറ്റാൻ ശിവഭഗവാൻ വൈദ്യനാഥനായും ദേവി തയ്യൽ നായികയായും അവതരിച്ച സ്ഥലമാണിത്. കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് ത്രോട്ട് ഇൻഫെക്ഷൻ കാരണം ആശുപത്രികൾ കയറിയിറങ്ങേണ്ടി വന്നപ്പോൾ മുറുകെ പിടിച്ച ഭഗവാനായതുകൊണ്ട് വഴിപാട് സമർപ്പിക്കേണ്ടതുണ്ടായിരുന്നു. മുമ്പ് ഇവിടെ ഉപ്പും കുരുമുളകും വെല്ലവും ഒന്നും തീർത്ഥത്തിൽ സമർപ്പിക്കാനുള്ള അനുവാദമുണ്ടായിരുന്നില്ല. ഇപ്പോൾ വെള്ളം തീർത്ഥത്തിലെ മീനുകൾക്ക് നൽകാൻ അനുവദിക്കുന്നുണ്ട്. ഉപ്പും കുരുമുളകും സമർപ്പിക്കാൻ പ്രത്യേക പാത്രം വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു കുരുമുളകും ഒരു കല്ലുപ്പും ഭക്ഷിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. ക്ഷേത്രത്തിലെ ജടായുകുണ്ടത്തിൽ നിന്ന് ആവശ്യത്തിന് ഭസ്മം മുമ്പ് ഭക്തർ എടുത്തിരുന്നു. ഇന്നത് പ്രത്യേകം ഗ്രില്ല് കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്നു. അതല്ലാതെ അവിടെയുള്ള സ്ഥലവൃക്ഷം 4 യുഗങ്ങളിലായി 4 മരങ്ങളായിരുന്നെന്നും കലിയുഗത്തിൽ രൂപം മാറി വേപ്പാണെന്നും അതിനടിയിൽ ശിവലിംഗമുണ്ടെന്നുമെല്ലാം ബോർഡ് വെച്ചിരുന്നു. ഇന്ന് ആ ബോർഡ് അവിടെയില്ല. ചൊവ്വാസന്നിധിയിലെ അഭിഷേകവും ഭഗവാന്റെയും ദേവിയുടെയും പൂജകളും കണ്ട് അവിടെ നിന്നിറങ്ങി. അടുത്തത് തിരുമിയച്ചൂർ ലളിതാംബിക ക്ഷേത്രത്തിലേക്ക്. ശ്രീ ലളിതാ സഹസ്രനാമം ഉദ്ഭവിച്ച ക്ഷേത്രമാണിതെന്നാണ് ഐതിഹ്യം. ഉദ്ദിഷ്ട കാര്യത്തിന് പാദസരം സമർപ്പിക്കുന്നതാണ് പ്രധാന വഴിപാട്. അഗസ്ത്യ മഹർഷിക്ക് നവരത്നങ്ങളായി ദർശനം കൊടുത്തതും തന്റെ ഭക്തയോട് സ്വപ്നത്തിൽ കൊലുസ് ആവശ്യപ്പെട്ട ദേവിയുമാണിത്. ഉച്ചയ്ക്ക് 12 മണിയായി ക്ഷേത്രത്തിലെത്തിയപ്പോൾ അവർ ഞങ്ങൾ സമർപ്പിച്ച പാദസരം തൂക്കി നോക്കി രജിസ്റ്ററിൽ അടയാളപ്പെടുത്തി ടിക്കറ്റ് തന്നു. നമ്മുടെ കൺമുൻപിൽ വെച്ച് തന്നെ പൂജാരി പൂജാസാധനങ്ങൾ ദേവിക്ക് സമർപ്പിച്ച് പട്ടുസാരി ചാർത്തി വെള്ളിക്കൊലുസ് കാലിലണിയിച്ചു. അത് കണ്ടപ്പോൾ മനസ്സിന് എന്തെന്നില്ലാത്തൊരു ആനന്ദം അനുഭവപ്പെട്ടു. അവിടെ നിന്ന് അന്നദാനവും കഴിച്ച് അടുത്തുള്ള തിരുക്കൊടിയല്ലൂർ അഗസ്തീശ്വരർ ക്ഷേത്രത്തിലേക്ക്. വിചാരിച്ച പോലെ അവിടെ ക്ഷേത്രവാതിൽ അടച്ചിരുന്നു. ശനീശ്വരൻ യമധർമ്മൻ അവതരിച്ച സ്ഥലമാണിതെന്നാണ് ഐതിഹ്യം.
എതിരിൽ ക്ഷേത്രക്കുളത്തിനരികിൽ കുറച്ചുനേരം നിന്നു. വൈകിയാൽ തിരുവാരൂരിൽ രാത്രി താമസം നടക്കില്ല എന്നതിനാൽ മനസ്സില്ലാ മനസ്സോടെ പുറപ്പെട്ടു. ഇനി തിരുനള്ളാർ ക്ഷേത്രത്തിലേക്ക്. 3 മണിയോടെ അവിടെ എത്തിയതിനാൽ നളതീർത്ഥത്തിൽ നീരാടി വസ്ത്രങ്ങൾ അവിടെയുള്ള പാത്രത്തിൽ ഉപേക്ഷിച്ച് കലിതീർത്ത വിനായകർക്ക് കർപ്പൂരം കത്തിച്ച് തേങ്ങ ഉടച്ച് ക്ഷേത്രത്തിലെത്തി. അവിടെ കുറച്ചുനേരം വിശ്രമിച്ച് ഇടയന്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴാണ് പ്രധാന ഗോപുരത്തിനരികിൽ ചുവരിൽ ആ ബോർഡ് കണ്ടത്. ഇതൊരു പരിഹാര സ്ഥലമല്ല, ഇവിടെയുള്ള ശനീശ്വരൻ അനുഗ്രഹ ശനിയാണ് എന്നതാണ് ചുരുക്കം. ഇവിടെ ശനീശ്വരൻ അനുഗ്രഹ ശനിയാണ് എന്നത് ഐതിഹ്യത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതൊരു ശനിദോഷ പരിഹാര സ്ഥലമല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്നാലോചിച്ചു. മുമ്പ് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞിരുന്നത്. ഏതൊരു ജ്യോതിഷനെ കണ്ടാലും ശനിദോഷ പരിഹാരത്തിന് തിരുനള്ളാർ എന്ന് പറയാത്തവരില്ല. ഇതിന്റെ കാരണം ക്ഷേത്ര അധികാരികളോട് തന്നെ ചോദിച്ചു. അപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ പരിഹാരം എന്ന് പറഞ്ഞ് ബ്രോക്കർമാരുടെയും പൂജാരിമാരുടെയും പിടിച്ചുപറി കൂടുതലായപ്പോൾ ഭക്തർ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തു. അത് വലിയ പ്രശ്നത്തിൽ കലാശിച്ചപ്പോൾ ഇങ്ങനെയൊരു ബോർഡ് വെക്കേണ്ടി വന്നു. നളതീർത്ഥത്തിൽ നീരാടി വിനായകർക്ക് തേങ്ങയൊടിച്ച് ക്ഷേത്രത്തിൽ എള്ളുദീപം കത്തിച്ച് പോയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട. കൂടിയ പക്ഷം ക്ഷേത്രത്തിൽ അഭിഷേകത്തിന് കൊടുക്കാം, ഒരാൾക്ക് 300 രൂപ എന്നാണ് പറഞ്ഞത്. മുമ്പ് ക്ഷേത്രത്തിനുള്ളിൽ ഏതേത് രാശിക്കാർക്ക് ഏതേത് ശനിദശ നടക്കുന്നു അതിനുള്ള പരിഹാരം എല്ലാം വലിയ ബാനർ വെച്ചിരുന്നു. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല. പൂജാരിമാരുടെ തിരക്കുമില്ല, ബ്രോക്കർമാരുമില്ല. എള്ളുദീപവും കത്തിച്ച് തിരുനള്ളാറിൽ നിന്നും ഞങ്ങൾ യാത്ര തിരിച്ചു. ശനിദോഷം മാറാൻ തിരുനള്ളാർ പോയാലും തിരുവാരൂരും കൂടി പോകണമെന്നാണ് ഐതിഹ്യം. മുസുകുന്ദ ചക്രവർത്തിക്ക് ദേവലോകത്തിൽ യുദ്ധത്തിന് സഹായിച്ചതിന് ദേവേന്ദ്രൻ സമ്മാനമായി കൊടുത്ത സപ്തവിടംഗ മൂർത്തികൾ എന്ന 7 മരതക ശിവലിംഗങ്ങളിൽ മഹാവിഷ്ണു തന്റെ മാറിൽ വെച്ച് പൂജിച്ചതും പിന്നീട് ദേവേന്ദ്രനാൽ പൂജിക്കപ്പെട്ട ശിവലിംഗവുമായ വീതിവിടങ്കർ ഉള്ള ക്ഷേത്രമാണിത്. ഇവിടെ നിത്യപ്രദോഷ പൂജ എന്ന സായരക്ഷാ പൂജയിൽ ദേവേന്ദ്രനടക്കമുള്ള ദേവന്മാർ പങ്കെടുക്കുന്നു എന്ന ഐതിഹ്യമുള്ളതിനാൽ സായരക്ഷാ പൂജയിൽ പങ്കുകൊണ്ടു. പൂജാരി ദേവേന്ദ്രനെ പോലെ വേഷം ധരിച്ച് മയിൽപ്പീലി കൊണ്ടുള്ള ആലവട്ടം ചാമരം കൊണ്ട് ഭഗവാനെ വീശി പൂക്കൾ കൊണ്ട് ഭഗവാന്റെ പാദം മുതൽ കഴുത്തുവരെ മൂടി വെള്ളിപ്പെട്ടി തുറന്ന് മരതക ശിവലിംഗത്തിന് പൂജ ചെയ്യുന്ന കാഴ്ച വർണ്ണനാതീതമാണ്. ഒരിക്കലെങ്കിലും ഈ പൂജ ദർശിക്കുന്നത് മോക്ഷത്തിന് തുല്യം. ഇവിടെ ദേവി ഒരു പ്രത്യേക സ്റ്റൈലിലാണ് ഇരിക്കുന്നത്. ഇങ്ങനെ ഒരു ശില വേറെ എവിടെയും കണ്ടിട്ടില്ല. അനന്തീശ്വരർ സന്നിധിക്കുള്ളിലാണ് കമലമുനിയുടെ ജീവസമാധി. കമലാലയ തീർത്ഥക്കരയിൽ മാറ്റുരൈത്ത വിനായകരെ പ്രാർത്ഥിച്ചു തിരിയുമ്പോൾ അവിടെ ഒരു പ്രത്യേക ഭാഗം ഭൂമിയിൽ ആദ്യമായി ഉദ്ഭവിച്ച ഇടം എന്ന് ബോർഡ് വെച്ചിട്ടുണ്ട്. ശ്രീ പരമേശ്വരൻ 63 നായന്മാരിൽ ഒരാളായ സുന്ദരമൂർത്തി നായനാരുടെ പത്നി പറവേനാച്ചിയാരുടെ അടുത്തേക്ക് മധ്യസ്ഥ ചർച്ചയ്ക്കായി നഗ്നപാതനായി തിരുവാരൂർ വീതിയിലൂടെ അർദ്ധരാത്രിക്ക് നടന്നു എന്ന ഐതിഹ്യമുള്ളതിനാൽ ഈ പ്രദേശത്ത് കാൽകുത്തുന്നത് തന്നെ പുണ്യം. അതിനാൽ അന്ന് രാത്രി ഈ പ്രദേശത്ത് തന്നെ താമസം ഏർപ്പാടാക്കി. തിരുവാരൂർ ക്ഷേത്രം സന്ദർശിച്ചാലും ദേവലോകത്തു നിന്ന് വന്ന പാലാഴിയിലെ മരങ്ങൾ കൊണ്ട് നിർമ്മിച്ച ആഴിത്തേര് കാണാതെ മടങ്ങിയാൽ യാത്ര പൂർണ്ണമാവില്ല എന്നതിനാൽ തേര് സന്ദർശിക്കുന്ന കൂട്ടത്തിൽ കീഴ്വീതിയിലെ തൂവായനാഥർ ക്ഷേത്രത്തിലും പോയി. ദുർവാസാവ് മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട സുന്ദരമൂർത്തി നായനാർക്ക് വലതുകണ്ണിന്റെ കാഴ്ചശക്തി തിരിച്ചുകൊടുത്ത ഈശ്വരനാണ് തൂവായനാഥർ. ദേവി പഞ്ചിൻ മെല്ലടിയാൾ. രാത്രിയായതിനാൽ ക്ഷേത്രത്തിൽ തിരക്ക് കുറവ്. പൂജാരി ക്ഷമയോടെ ക്ഷേത്രചരിത്രമെല്ലാം വിശദീകരിച്ച് പ്രസാദം തന്നു. കണ്ണ് സംബന്ധപ്പെട്ട അസുഖങ്ങൾക്കുള്ള നാരങ്ങ പരിഹാരം ഇവിടെയുണ്ട്. പിറ്റേന്ന് രാവിലെ തിരുവാഞ്ചിയം വാഞ്ചിനാഥർ ക്ഷേത്രത്തിലേക്ക്. കാശിക്ക് തുല്യമായ തമിഴ്നാട്ടിലെ 6 സ്ഥലങ്ങളിൽ ഒന്നാണിത്. ജീവിതം എത്ര സൗകര്യത്തിൽ ജീവിച്ചാലും അന്ത്യകാലത്ത് യമഭയം നീക്കുന്ന മോക്ഷസ്ഥലവും കൂടെ. ഇവിടെയുള്ള മൂലവരെയും തായാരെയും ക്ഷേത്രതീർത്ഥവും യമധർമ്മനെയും ചിത്രഗുപ്തനെയും പ്രാർത്ഥിച്ച് പ്രസാദവും സേവിച്ചു. മരിച്ചുപോയവരുടെ ആത്മശാന്തിക്കായി മോക്ഷദീപം തെളിയിക്കുന്ന പരിഹാരം ഇവിടെയുണ്ട്. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് ദീപം കൊളുത്തുന്നത്. എല്ലാ സന്നിധികളിലും പ്രാർത്ഥിച്ച ശേഷം വേണം മരിച്ചവരുടെ പേരും നക്ഷത്രവും പറഞ്ഞ് 300 രൂപയുടെ മോക്ഷദീപ ടിക്കറ്റ് എടുക്കാൻ. സൂര്യാസ്തമയത്തിന് ശേഷം ക്ഷേത്രഗോപുരത്തിന്റെ ഉച്ചിയിലാണ് ക്ഷേത്ര അധികാരികൾ ഒന്നൊന്നായി മോക്ഷദീപം കൊളുത്തുന്നത്. മോക്ഷദീപത്തിന് ടിക്കറ്റ് എടുത്തവർ പിന്നീട് അന്നേ ദിവസം വേറെ ക്ഷേത്രങ്ങളോ ബന്ധുവീടുകളോ സന്ദർശിക്കാൻ പാടില്ല. ടിക്കറ്റ് എടുത്ത് കൊടുത്താൽ അവർ തന്നെ ചെയ്തോളും. ടിക്കറ്റിനുടമ അവിടെ തന്നെ നിൽക്കണമെന്നുമില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നേരെ സൂര്യനാർ കോവിലിലേക്ക്. ക്ഷേത്രത്തിൽ തിരുപ്പണികൾ നടക്കുന്നതിനാൽ ഉഷാദേവി ഛായാദേവി സമേതനായ സൂര്യദേവന്റെ സന്നിധി മാത്രമാണ് തുറന്നിരിക്കുന്നത്. സന്നിധിക്കെതിരിൽ ഗുരുഭഗവാനെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. മറ്റു സന്നിധികളെല്ലാം പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. സൗകര്യമായി സൂര്യദേവനെ പ്രാർത്ഥിച്ച ശേഷം തിരുവിടമരുതൂർ മഹാലിംഗസ്വാമി ക്ഷേത്രത്തിലേക്ക്. അവിടെ മൂലവരുടെ നാമം മഹാലിംഗസ്വാമി, ദേവി പെരുമുലയാൾ. 20 ഏക്കറോളം വിസ്തീർണമുള്ള ആനക്കോട്ടിലൊക്കെയുള്ള വലിയ ക്ഷേത്രമാണിത്. രാജാവ് വരഗുണപാണ്ഡ്യന്റെ കുതിരക്കുളമ്പ് തട്ടി ബ്രാഹ്മണൻ മരിച്ച സംഭവത്തിനാൽ ബ്രഹ്മഹത്യാദോഷം ഏർപ്പെട്ടത് മാറ്റിയ ഐതിഹ്യമുള്ള ക്ഷേത്രമാണിത്. ആ സമയം അവിടെ ജാതകരീതിയാൽ ബ്രഹ്മഹത്യാദോഷ പരിഹാര പൂജകൾ നടന്നുകൊണ്ടിരുന്നു. മഹാലിംഗസ്വാമിയെയും അമ്പാളെയും ദർശിച്ച ശേഷം വരുമ്പോൾ അന്നദാനം കഴിക്കാൻ സൗകര്യം കിട്ടി.
പക്ഷേ തിരുനാഗേശ്വരം ക്ഷേത്രത്തിൽ ഉച്ചപൂജ കഴിഞ്ഞ് നടയടയ്ക്കുന്നതിന് മുമ്പ് പോകേണ്ടതിനാൽ വിഷമത്തോടെ നിരസിക്കേണ്ടി വന്നു. രാഹുദോഷ പരിഹാര സ്ഥലം എന്ന് പ്രശസ്തിയുള്ള തിരുനാഗേശ്വരം നാഗനാഥസ്വാമി ക്ഷേത്രത്തിലെത്തിയപ്പോൾ ഒരുപാട് തിരക്ക്. എങ്കിലും ടിക്കറ്റ് എടുത്ത് രാഹുദോഷ പരിഹാര പൂജയിൽ പങ്കെടുത്തു. നാഗകന്നി നാഗവല്ലി സമേതനായ രാഹുദേവന്റെ സന്നിധിക്ക് മുന്നിൽ ഭക്തരെ പ്രത്യേകം ഇരുത്തി ഭഗവാന് അർച്ചനകളും പൂജകളുമാണ് അവിടെ ചെയ്യുന്നത്. ചിദംബര രഹസ്യം, തിരുവാരൂർ രഹസ്യം എന്നതുപോലെ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നിടത്ത് ഗണനായക രഹസ്യം എന്നൊരു സന്നിധിയുണ്ട്. പ്രത്യേകിച്ച് പ്രതിഷ്ഠകളൊന്നും തന്നെ അവിടെയില്ല. രാഹുദേവൻ ഭാര്യമാരോടൊത്ത് ഇവിടെ ഭഗവാനെ സേവിച്ചുകൊണ്ട് കുടികൊള്ളുന്നു എന്നതാണ് ഇവിടുത്തെ പ്രത്യേകത. അടുത്തത് ധാരാസുരം ഐരാവതേശ്വര ക്ഷേത്രം. അവിടുത്തെ ശില്പഭംഗി പറഞ്ഞാൽ തീരില്ല. ക്ഷേത്ര സീലിംഗിൽ പോലും വിരൽ അളവുള്ള ശില്പങ്ങളാണ്. ദേവേന്ദ്രന്റെ ആന ഐരാവതത്തിന് ശാപമോക്ഷം കിട്ടിയ സ്ഥലമാണ്. ക്ഷേത്രങ്ങളിൽ പലതിലും സപ്തസ്വര തൂണുകൾ കാണാറുണ്ട്. ഇവിടെ ബലിപീഠത്തിനടുത്ത് സപ്തസ്വര പടികളാണ്. ജനങ്ങൾ ഈ പടികളിൽ കല്ലുകൊണ്ട് കൊട്ടി നശിപ്പിക്കുന്നു എന്നതിനാൽ ഗ്രില്ലിട്ട് സപ്തസ്വര പടികൾ പൂട്ടിവെച്ചിട്ടുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലായതിനാൽ ക്ഷേത്രം ഭംഗിയായി പരിപാലിക്കപ്പെടുന്നുണ്ട്. സ്വാമിമല പോകുന്ന വഴിയിലാണ് തിരുവലഞ്ചൂഴി ശ്വേതവിനായകർ ക്ഷേത്രം. വിനായകരുടെ പടവീടുകളിൽ ഒന്നാണിത്. 2025 സെപ്റ്റംബർ മാസത്തിൽ കുംഭാഭിഷേകം കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ ശിവഭഗവാൻ, തിരുവലഞ്ചൂഴിനാഥർ, പാർവതീദേവി പെരിയ നായകി. പുരാണങ്ങളിൽ മാത്രം കേട്ടിട്ടുള്ള പാൽക്കടലിലെ നുര കൊണ്ട് തയ്യാർ ചെയ്ത വിനായകരായതിനാൽ കാളഹസ്തി പോലെ പൂജാരിമാർക്ക് പോലും തൊടാൻ അവകാശമില്ലാത്ത തീണ്ട തിരുമേനിയാണ് ഇവിടെ ഭഗവാൻ. മനോഹരമായ ചെറിയൊരു ശില്പമാണ്. ബിലദ്വാരത്തിൽ കാവേരിയെ വിട്ട ഹേരണ്ട മഹർഷിയുടെ ഐതിഹ്യവും ക്ഷേത്രത്തിലുണ്ട്. ക്ഷേത്രം തുറന്ന ഉടനെ ചെന്നതിനാൽ ഈ ദിവ്യശില്പത്തെ കുറച്ചധിക നേരം കൺകുളിർക്കെ കണ്ട് സ്വാമിമലയിലേക്ക് യാത്ര തിരിച്ചു. ടൗണിൽ കൃത്രിമമായി ഉണ്ടാക്കിയ ഒരു മലയാണ് സ്വാമിമല. ശിവഭഗവാന് ശ്രീമുരുകൻ പ്രണവമന്ത്രം ഉപദേശിച്ച സ്ഥലം. ശ്രീമുരുകന്റെ 6 പടവീടുകളിൽ ഒന്ന്. വേഗം തിങ്കളൂർ പോകേണ്ടതിനാൽ ടിക്കറ്റ് എടുത്ത് സ്വാമിയെ ദർശിച്ചു. ഇതിനു മുമ്പ് പോയപ്പോഴെല്ലാം രാവിലെ ആയതിനാൽ രാജാലങ്കാരത്തിലാണ് ഇവിടെ ശ്രീമുരുകനെ ദർശിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യം ഭഗവാൻ സന്യാസി അലങ്കാരം പോലെ തോന്നിച്ചു. മാലയിട്ട് പച്ചമുണ്ടുടുത്ത് 6 പടവീടുകൾ ദർശിക്കുന്ന മുരുകഭക്തരുടെ തിരക്ക് ഒരുപാടുണ്ടായിരുന്നു സ്വാമിമലയിൽ. വഴിയിൽ മുമ്പ് വീഡിയോ ചെയ്തിട്ടുള്ള പല വിഷ്ണുക്ഷേത്രങ്ങളും കണ്ടെങ്കിലും ചന്ദ്രനാർ കോവിൽ ഗ്രാമപ്രദേശത്തായതിനാൽ വല്ല കാരണവശാലും നടയടച്ചേക്കുമോ എന്ന് വിചാരിച്ച് വേഗം തിങ്കളൂർക്ക് യാത്ര തിരിച്ചു. കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ കുറച്ച് അത്യാവശ്യ സാധനങ്ങൾ കൊണ്ടുവരാൻ പറ്റുമോ എന്നവർ ചോദിച്ചിരുന്നു. അത് കൊടുക്കാൻ വേണ്ടിയാണ് പ്രധാനമായും ഈ യാത്ര. അവിടെ പോയി അത് കൊടുത്തപ്പോൾ സന്തോഷത്തോടെ അവരത് വാങ്ങിച്ചു. ആ സമയം സായരക്ഷാ പൂജ നടക്കാനിരിക്കുകയായിരുന്നു. അവർ സ്നേഹപൂർവ്വം മുന്നിൽ കൊണ്ടിരുത്തി പൂജയിൽ പങ്കുകൊള്ളിച്ചു. അതിനുശേഷം പൂജാ സാധനങ്ങൾ ചന്ദ്രന് സമർപ്പിച്ചു. അവർ മര്യാദയോടെ ചന്ദ്രന് ചാർത്തിയ പട്ടും ഷാളും കഴുത്തിൽ മാലയോടൊപ്പം അണിയിച്ചു പ്രസാദവും തന്നു. കുറച്ചു നേരം അവിടെ സംസാരിച്ചിരുന്ന ശേഷം അവിടെ നിന്നും പുറപ്പെട്ടു. വീണ്ടും കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ട് അവർ. അടുത്തത് തിരുവയ്യാറ് അയ്യാറപ്പർ കോവിൽ, നന്ദി ഭഗവാന്റെ അവതാര സ്ഥലം. ക്ഷേത്രത്തിനകത്ത് ഐതിഹ്യങ്ങളെല്ലാം ഭംഗിയായി പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്ദി ഭഗവാന്റെയും ഭാര്യയുടെയും വിവാഹ രൂപത്തിലുള്ള പ്രതിഷ്ഠയുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണിത്. ഇവിടെ മൂലവർ ശിവഭഗവാൻ അയ്യാറപ്പർ, ദേവി പാർവതി ധർമ്മസംവർദ്ധിനി. ഭഗവാനെയും ദേവിയെയും മറ്റു സന്നിധികളും ദർശിച്ച് 63 നായന്മാരിൽ അപ്പർ സ്വാമികൾക്ക് ഭഗവാൻ തിരുക്കൈലാസ ദർശനം കൊടുത്ത സൂര്യപുഷ്കരണി തീർത്ഥവും കണ്ട് തഞ്ചാവൂരിലേക്ക് യാത്ര തിരിച്ചു. അവിടെ തങ്ങി തഞ്ചൈ പെരിയ കോവിലും കണ്ട് രാവിലെ തിരുച്ചിക്ക് പോകാനായിരുന്നു ഉദ്ദേശം. പക്ഷേ തഞ്ചൈ പെരിയ കോവിൽ നിർമ്മിച്ച രാജരാജ ചോഴന്റെ 1040-ാം ആണ്ട് ചതയ തിരുവിഴ നടക്കുന്നതിനാൽ ടൗണിൽ ഹോട്ടലുകളൊന്നും തന്നെ ഒഴിവുണ്ടായിരുന്നില്ല. നഗരവും തഞ്ചൈ പെരിയ കോവിലുമെല്ലാം ദീപാലങ്കാരത്തിൽ ജ്വലിച്ചു നിൽക്കുന്നു. അതല്ലാതെ റോഡിലെല്ലാം ആഘോഷങ്ങളും തിരക്കും. അതിനാൽ രാത്രിയിൽ തന്നെ തിരുച്ചിയിലേക്ക് തിരിച്ചു. തിരുച്ചിയിലെത്തിയപ്പോൾ രാത്രി 12 മണി. രാവിലെ തിരുവാനക്കാവൽ ജംബുകേശ്വര ക്ഷേത്രത്തിലേക്ക്. പഞ്ചഭൂത സ്ഥലങ്ങളിൽ ഇത് ജലസ്ഥലം. പൂർവ്വജന്മ വൈരാഗ്യത്താൽ ആനയ്ക്ക് കടക്കാൻ പറ്റാത്ത വിധം 82 മാടക്കോവിലുകൾ നിർമ്മിച്ച കോച്ചങ്കൻ ചോഴന്റെ ആദ്യത്തെ മാടക്കോവിൽ. മുമ്പ് പോയ സമയങ്ങളിലൊക്കെ ഇത്ര തിരക്കില്ലായിരുന്നു. ടിക്കറ്റ് എടുത്ത് ക്യൂവിൽ നിന്ന് കുറച്ചു പേരെയാണ് മൂലസ്ഥാനത്തിന് മുന്നിലേക്ക് അനുവദിക്കുന്നത്. അവിടെ വ്യക്തമായി ഭഗവാനെ കാണാനും പ്രാർത്ഥിക്കാനും സാധിച്ചു. പ്രകാരത്തിൽ വലം വരുമ്പോൾ വൃദ്ധാചലം മുൻ MLAയെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ടിക്കറ്റ് എടുത്ത് പോയാലും അഖിലാണ്ടേശ്വരി അമ്മന്റെ സന്നിധിക്ക് തൊട്ടു മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഞങ്ങളെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തി. അതിനാൽ ആദിശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ച ദേവിയുടെ ശ്രീചക്ര കുണ്ടലങ്ങൾ വ്യക്തമായി കാണാൻ സാധിച്ചു. ദേവിയുടെ പ്രസാദവും വാങ്ങിച്ചു തന്ന ശേഷമാണ് അദ്ദേഹം യാത്ര പറഞ്ഞു പോയത്. അടുത്തത് ശ്രീരംഗത്തേക്ക്. എപ്പോഴത്തെയും പോലെ അവിടെ തിരക്കിന് യാതൊരു കുറവുമില്ല. ടിക്കറ്റ് എടുത്തും 2.5 മണിക്കൂർ ക്യൂവിൽ നിന്നും സമയം ചെലവഴിച്ചു. ജവാദ് മലയിൽ നിന്ന് ഭഗവാന് പൂജാ സാധനങ്ങളുമായി വന്ന ഒരു കൂട്ടർ ക്യൂവിൽ തൊട്ടടുത്ത് നിന്നിരുന്നു. കുറച്ചു സമയത്തിനുള്ളിൽ അവർ സൗഹൃദത്തിലായി. ശ്രീരംഗനാഥന് പൂജാ സാധനങ്ങൾ സമർപ്പിക്കുന്ന വേളയിൽ അവർ ഞങ്ങളെയും കൂട്ടിയതിനാൽ ശ്രീരംഗനാഥനെ കുറച്ച് നിമിഷങ്ങൾ കൂടി നിന്ന് കാണാനുള്ള ഭാഗ്യം സിദ്ധിച്ചു.
ദേവീ സന്നിധികളിലെല്ലാം തന്നെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. രാമാനുജരുടെ പ്രത്യേക സന്നിധിയും കണ്ട ശേഷം വെള്ളഗോപുരം വഴി പുറത്തെത്തി. അടുത്തത് വെക്കാളിയമ്മൻ കോവിലിലേക്ക്. സമയപുരം പോലെ ഇടവേളയില്ലാതെ തുറന്നിരിക്കുന്ന കോവിലാണിത്. ഭക്തർക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ ക്ഷേത്ര കൗണ്ടറിൽ നിന്നും ലഭിക്കുന്ന മഞ്ഞ കളർ പേപ്പറിൽ എഴുതി ദേവീപാദത്തിൽ സമർപ്പിച്ച ശേഷം അവിടെ കെട്ടിവെക്കാനുള്ള സൗകര്യമുണ്ട്. ഭക്തർക്ക് എല്ലാവർക്കും വീടുണ്ടാവുന്നതുവരെ താനും വെയിലും മഴയുമേറ്റിരിക്കും എന്ന ഐതിഹ്യമുള്ള ദേവിയാണ് വെക്കാളിയമ്മൻ. ദേവി ഇങ്ങനെ ഇരിക്കുന്നതിനാൽ ഭക്തർക്ക് ദേവിയെ നന്നായി കാണാനും പ്രാർത്ഥിക്കാനും സൗകര്യമുണ്ട്. അവിടെ പ്രാർത്ഥനകൾ സമർപ്പിച്ച ശേഷം തിരുപ്പരായ്ത്തുറ ദാരുകവനേശ്വരർ കോവിലിലേക്ക്. അവിടെയും കുംഭാഭിഷേകം കഴിഞ്ഞിട്ട് അധിക നാളായിട്ടില്ല. അതിനാൽ ക്ഷേത്രം വൃത്തിയായും അതിമനോഹരമായും കാണപ്പെട്ടു. ഇവിടെ മൂലവർ ദാരുകവനേശ്വരർ, ദേവി പാർവതി പശുംപൊൻ മൈലാംബികെ. ക്യാൻസർ രോഗം മാറ്റുമെന്ന് പ്രശസ്തിയുള്ള അതിപുരാതന ക്ഷേത്രമാണിത്. ക്യാൻസർ രോഗത്തിന് മരുന്നായി ഇല ഉപയോഗിക്കുന്ന പരായ വൃക്ഷം ക്ഷേത്ര പിൻവശത്താണ് ഉള്ളത്. ഭഗവാനെയും ദേവിയെയും ദർശിക്കുമ്പോൾ ഉപസന്നിധികളിൽ ഒരു ദക്ഷിണാമൂർത്തിയുടെ ശിലയുണ്ട്. ഇത്രയും മനോഹരമായ ദക്ഷിണാമൂർത്തി ശില ഇതുവരെ സന്ദർശിച്ച ക്ഷേത്രങ്ങളിൽ ഒന്നും തന്നെ കണ്ടിട്ടില്ല. പൂജാരി വരാൻ താമസിച്ചതിനാൽ കുറച്ചേറെ സമയം ഈ ക്ഷേത്രത്തിൽ ചിലവഴിച്ചു. വിവേകാനന്ദ സ്കൂളും ഈ കോവിൽ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. തിരിച്ചിറങ്ങുമ്പോൾ ഇരുട്ടു പരന്നിരുന്നു. 4 ദിവസം വേറൊരു ചിന്തയുമില്ലാതെ കോവിലുകളിൽ നിന്ന് കോവിലുകളിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വീണ്ടും ജീവിതത്തിന്റെ തിരക്കുള്ള വീതികളിലേക്ക്. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.